നമ്മളങ്ങനെ കുവൈറ്റ് ഓൾമോസ്റ്റ് എക്സിറ്റ് ആവാറായി. ഞാനും നമ്മുടെ ഇയാദ് ബ്രോയും കൂടി കോൾഡ് സ്റ്റോറിലൊന്ന് കയറിയിട്ട് ജസ്റ്റ് ഗോയിങ് ടു ബൈ സംതിങ്, സ്നാക്സ് എന്തെങ്കിലും സ്റ്റോക്ക് ചെയ്യാൻ കരുതിട്ടോ. അതിൻ്റെ ഒരു തിരക്ക്, ആ ഒരു വൈബാണ് കാണുന്നത്. ആൾക്കാരൊക്കെ പോണവരൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് വണ്ടിയൊക്കെ കയറ്റി വെച്ച ആ ഒരു ഫീലാണ്. ഇവിടെ അങ്ങനെയൊക്കെ എത്തുമ്പോൾ ഒരു പ്രത്യേക വൈബാട്ടോ. ഇതൊരു വഴിക്ക് പോവല്ലേ, കുറച്ച് ആപ്പിളൊക്കെ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. ആപ്പിളും പഴമാണ് പ്രാവശ്യം മെയിനായിട്ട് നമ്മൾ കരുതാൻ പോകണം. കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു കേട്ടോ, ചിപ്സും കാര്യങ്ങളൊക്കെ. വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയല്ലോ, രസമല്ലേ. ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ ഒരാൾക്ക് പോകണേന്. കാരണം ഒന്നും അറിയില്ല എങ്ങനെയാണ്, കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യം ഫീൽ ചെയ്യണുണ്ട്. ലൈക്ക് അവിടെ പോയി അവിടെ എത്ര നിൽക്കേണ്ടി വരും, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ചോദിക്കും, ഇഷ്യൂസ് ഉണ്ടാവും, ഒന്നും അറിയില്ലല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ തീറ്റ സാധനങ്ങൾ കേട്ടോ. ഇറാഖിലേക്ക് പോകുമ്പോൾ നമ്മൾ വായയ്ക്ക് ഒരു റെസ്റ്റും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, സോ യെസ്, ഇയാത് നല്ല തീറ്റക്കാരൻ എന്നെ പോലെ തന്നെ. രണ്ടാളും ഞാനും നീന്നുള്ള മട്ടില്ല. ഇറാഖിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ആണ് കേട്ടോ ഈ കാണുമൊക്കെ. കീസ് വിത്ത് യു റൈറ്റ്. സോ നമ്മുടെ ഫോർച്യൂണർ കുട്ടപ്പനോട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ഗൈസ്. ഇനി നമ്മൾ നേരെ ഇറാഖിലേക്ക് പോവാണ്, അതായത് അബ്ദാലിക്ക് പോകാൻ പോവാണ്. ഇവിടുന്ന് ഇനി ഹാർഡ്ലി ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ട്. ഇനി ഒഴിഞ്ഞ സ്ഥലത്ത് കൂടിയാണ് പോവുക കേട്ടോ. അധികം കടകളൊന്നും ഉണ്ടാവില്ല. ഒരു 11 കൊല്ലം മുന്നേ ഞാൻ ഇറാഖിലേക്ക് പോകാൻ ഞാനും പ്രമോദനും കൂടി ട്രൈ ചെയ്തൊരു സ്പോട്ടുണ്ട്. അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബോർഡ് കണ്ടോ, 11 കൊല്ലം മുന്നേ ഞാൻ ഈ ബോർഡിൻ്റെ താഴെ വന്നിട്ട് കേട്ടോ. ഇത് 40 കിലോമീറ്ററാണ്. 10ൻ്റെ അവിടെ ഞാൻ ഫോട്ടോ എടുത്തത്. അത് ഇനി കാണുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ അബ്ദാലിക്ക് പോയി കഴിയുമ്പോൾ ഒരു കാഴ്ച കണ്ടോ. അങ്ങനെ നമ്മൾ കുവൈറ്റ് വിട്ടിട്ട് ഇറാഖിലേക്ക് പോകാൻ പോകണം കേട്ടോ.